അപ്പം നമ്മുടെ എന്താണ് 8 ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പം അതിലൊരെണ്ണം അച്ഛൻ്റെ എടുക്കണം, ഞാൻ എടുക്കണം. ഇപ്പം നമുക്ക് ഇതിൽ ലോട്ട് എടുക്കാം. അപ്പം അതിലൊരാൾ മാത്രമേ ജയിക്കുള്ളൂ കേട്ടോ. അപ്പം അതാണ് കിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വീൻ എന്ന് പറയുന്നത്. അപ്പം ജയിക്കുന്ന ആളാണ് നമുക്ക് നോക്കാം. ഒരാൾ മാത്രം കേട്ടോ, ബാക്കി 7 നമ്മൾ തുറക്കും. ഒരെണ്ണം മാത്രം തുറക്കില്ല, തുറക്കാത്തായിരിക്കും ജയിക്കണത് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ആവാം, ചിലപ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാരുടെ ആവാൻ ജയിക്കുന്നത്. നമുക്ക് നോക്കിയാലോ, നമുക്ക് തുടങ്ങിയാലോ. നമ്മളെല്ലാം നമ്മൾ ഇട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊരെണ്ണം ചൂസ് ചെയ്തോളൂ, ഞങ്ങളും ചൂസ് ചെയ്യാം. അപ്പം ഞാൻ എടുക്കുന്ന ചോല പൊട്ടു, അച്ഛൻ ഏതാ എടുക്കുന്ന പിസ്സ. അപ്പം അച്ഛൻ പിസ്സയാണ്, ഞാൻ ചോല പൊട്ടുകയാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഒരെണ്ണം ആണ് ജയിക്കുക. അതേതാണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഓരോന്ന് തുറന്ന് നോക്കാം. അപ്പം നിങ്ങൾ ഒരെണ്ണം എടുത്തോളൂ, നിങ്ങളുടെ ജയിക്കുമെന്ന് നോക്കുമെന്ന് കമൻസിൽ പറയാം കേട്ടോ. നമുക്ക് തുറന്നാലോ. നമുക്ക് ഏതാണ് അച്ഛൻ്റെ കൈ കാണിക്കൂ, അച്ഛൻ്റെ കയ്യിലേക്ക് ഇടാം ഓരോന്ന്. ഓക്കെ, നമുക്ക് ഓരോന്ന് പിടിച്ചോളൂ, ഓരോന്ന് തുറക്കാം. അപ്പോൾ വേഫിൾ എടുത്ത ആൾക്കാർ ഔട്ടായിട്ടോ. വേഫിൾ എടുത്ത ആൾക്കാർ അച്ഛൻ്റെ പോക്കലെടുത്താൽ വേഫിൾ എടുത്ത ആൾക്കാർ ഔട്ടായി. നമ്മളെ നോക്കാം. ജസ്റ്റ് വേണമെങ്കിൽ കുലുക്കിക്കോളൂ കേട്ടോ. ഉയ്യോ, ഞാൻ ഔട്ടായി, ചോല പൊട്ടു. നല്ലപോലെ ഒന്ന് കുലുക്കിക്കോളൂ സാർ. ഓക്കെ, നെക്സ്റ്റ് മോമോസ് ഔട്ടായി. അടുത്തത് മാഗി എടുത്ത ആൾക്കാരൊക്കെ ഔട്ടായി. മാഗി കൂടെ. അടുത്തത് ബർഗർ എടുത്ത ആൾക്കാർ ഔട്ടായി. അല്ലല്ല, അച്ഛൻ പിസയാണ് എടുക്കാൻ. അപ്പോൾ ഐസ്ക്രീം. അപ്പോൾ ഇനി ഒരെണ്ണം 2 ഉണ്ട്, ഒരെണ്ണമാണ് എടുക്കാൻ. ഇത് എടുക്കണം, ഇത് മതിയാ? ഇത് മതി. പാനിപ്പൂരി പച്ചൻ ജയിച്ചു. അപ്പോൾ നമ്മൾ പിസയാണ് ജയിച്ചിരിക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ, ശരിക്കും പറയണതാണ്. പിസയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഔട്ടായി, അച്ഛൻ ജയിച്ചു കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് പിസ എടുത്തതെന്ന് കമൻസിൽ പറയാം. നിങ്ങൾ ജയിച്ചു വരുമെന്ന് കമൻസിൽ പറയാം. ബൈ.